December etti year end avarai, so I am here with my 2024 favorites. Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ ഇയർലി ഫേവറേറ്റ്സ് വീഡിയോ ഇസ് എ മാൻഡേറ്ററി തിങ്. ഞാനൊരു മേക്കപ്പ് സ്കിൻ കെയർ ലവർ ആയതുകൊണ്ട് ഓരോ വർഷവും ഞാൻ കുറേ പുതിയ പ്രൊഡക്ട്സ് ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. സോ ഇയർലി ഫേവറേറ്റ്സ് വീഡിയോ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ വർഷം ഞാൻ മേടിച്ച് ആ വർഷം ഞാൻ യൂസ് ചെയ്ത കുറേ പ്രൊഡക്ട്സിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ്സ് പിക്ക് ചെയ്യുന്നൊരു സമയം വരുന്നു കേട്ടോ. കുറേ പ്രൊഡക്ട്സിൽ നിന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാൻ നേരത്ത് ഐ ആം ഡെഫിനറ്റ്ലി ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക് ഫോർ എവറി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മേക്കപ്പ് ഫേവറേറ്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്കിൻ കെയർ, ബോഡി കെയർ, ഹെയർ കെയർ ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കം ബാക്ക് ഫോർ ദാറ്റ് ടു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് വെച്ചാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സ്ട്രോബ് ക്രീം. ഇത് ലോറിയാളുടെ ഗ്ലോഷൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ദിസ് ഇസ് നോട്ട് കറൻ്റ്ലി അവൈലബിൾ ഇൻ ഇന്ത്യ. മേ ബി ലോഞ്ച് ആവുമായിരിക്കും, ഓർ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ട്രൈ ടു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ഗ്ലോയി ആയിട്ടുള്ള എന്നാൽ കുറച്ചൊരു ലോഷൻ പോലത്തെ ഒരു പ്രോഡക്റ്റ്. It's not very thick, but still it's kind of moisturizing too. And in the shade ഭയങ്കര യുണീക്ക് ആണ്. നല്ലൊരു ബ്രോൺസി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സോ മീഡിയം, ടാൻ, ഡസ്കി, ഡീപ്പ് സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണിത്. ജനറലി സ്ട്രോബ് ക്രീംസ് ഗോൾഡൻ, പിങ്ക് ഓർ പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ്സിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് എ ടിപ്പിക്കൽ ബ്രോൺസ് കൈൻഡ് ഓഫ് ഷെയ്ഡ് വിച്ച് ഇസ് റിയലി നൈസ്. നെക്സ്റ്റ് ബേസ് മേക്കപ്പ് പ്രൊഡക്ട്സിലോട്ട് കിടക്കാം. ഈ വർഷം ഞാൻ കുറേ ബേസ് മേക്കപ്പ് പ്രൊഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൗണ്ടേഷൻസും കൺസീലേഴ്സും ഒക്കെ. ബിക്കോസ് first half of the year I had a huge problem with acne marks and all. അതിന്ന് എൻ്റെ ഫേവറേറ്റ് കൺസീലർ ഇസ് ദിസ് വൺ. ഇത് മാസിൻ്റെ ക്യാൻസൽ കൺസീലർ ആണ്. ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ദാറ്റ് ഓൺ ഔട്ട്. ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു കവറേജ് ഉള്ള എന്നാൽ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കൺസീലർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിയലി അഫോർഡബിൾ ടു. ഞാൻ ഇതിന് മുന്നേ ബേസ് മേക്കപ്പ് വിത്ത് കൺസീലർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ വേറെ 2 കൺസീലേഴ്സ് കൂടെ കാണിക്കുന്നുണ്ട്. അതും എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എമംഗ് ദം ഐ ലവ് ദിസ് വൺ മോർ. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഇത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തില്ലെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി മിസ്സിംഗ് ഓൺ എ ഗ്രേറ്റ് പ്രോഡക്റ്റ്. ആ വീഡിയോയിൽ ഞാനൊരു കളർ കറക്ടറും കാണിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ദി പ്രോഡക്റ്റ്. ഇത് ഇൻസൈഡിൻ്റെ നോ സ്മച്ച് കൺസീലർ ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഓറഞ്ച്. ഇതൊരു പീച്ചി ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പെർഫെക്റ്റ് ഷെയ്ഡാണ് ഫോർ മൈ സ്കിൻ ടോൺ. ആപ്ലിക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഈ കൺസീലർ മേക്കപ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള തിൻ കൺസിസ്റ്റൻസിയാണ് ആൻഡ് സെൽഫ് സെറ്റിംഗും ആണ് കേട്ടോ. സോ നമ്മൾ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഇസ് സെറ്റ് ദർ. സോ അതിൻ്റെ മുകളിൽ കൺസീലർ ഒക്കെ ഇടാൻ നേരത്ത് ഇറ്റ് ഡസൻ ബഡ്ജ് ഓർ മൂവ് ഓർ മിക്സ് വിത്ത് ദി കൺസീലർ. ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് നത്തിങ് ഓൺ ദ സ്കിൻ. സോ ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ആസ് എ സെറ്റ് ഞാൻ ഈ വർഷം കുറേ BB ക്രീംസും ഫൗണ്ടേഷൻസും സ്കിൻ ടിൻസും ഒക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിന്നൊരു പ്രൊഡക്റ്റാണ് ഈ മാസിൻ്റെ BB ക്രീം. ഞാൻ എൻ്റെ എല്ലാ ഫൗണ്ടേഷൻസും സ്വാച്ച് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഷെയ്ഡ് റെഫറൻസ് ഒക്കെ വേണമെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട്. അതിൽ ഞാൻ ഫൗണ്ടേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഐ ജസ്റ്റ് ലവ് ദിസ് പ്രൊഡക്റ്റ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷാണ്. അത്യാവശ്യം ഒരു മീഡിയം കവറേജും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It is more like a foundation than like a BB cream. I think base makeup-ൽ എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ BB cream. Of course, towards the end of the year തരംഗമായൊരു പ്രൊഡക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി എനിക്ക്. ദി വൈറൽ ടൂർ ഫൗണ്ടേഷൻ. ഫിനിഷ് വൈസ് ഐ ഡു നോട്ട് തിങ്ക് ദിസ് ഇസ് സംതിങ് വെരി സ്പെഷ്യൽ ഓർ വെരി ഡിഫറെൻറ്റ് ഓർ യുണീക്ക്. ബട്ട് യുണീക്ക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര തിന്നായിട്ടുള്ള, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഒട്ടും ഫീൽ ചെയ്യാത്തൊരു ടെക്സ്ചറാണ്. ബട്ട് ദിസ് പ്രൊവൈഡ്സ് എ ഗ്രേറ്റ് കവറേജ്. ഓക്കെ, ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷനാണ്. ഐ റിയലി ലൈക്ക് ദിസ് ഫൗണ്ടേഷൻ ഫോർ ദി കവറേജ് ഇറ്റ് പ്രൊവൈഡ്സ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒന്നും ഇതിന് മുന്നേ ഇടാത്തതുകൊണ്ട് ഒരു ഡൗൺഫോൾ കൂടെ പറയാം കേട്ടോ. ദിസ് ഓക്സിഡൈസസ്, സോ ദാറ്റ് ഈസ് ലൈക്ക് എ പ്രോബ്ലം. എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് 35N വാൾനട്ട് ആണ്. ബട്ട് ഐ കൈൻഡ് ഓഫ് ഹാവ് ഡൗട്ട്സ് വിത്ത് ദിസ് ഷെയ്ഡ്. വാം സൺലൈറ്റ് ഉള്ള സമയത്ത് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇത് എൻ്റെ സ്കിൻ ടോണായിട്ട് പെർഫെക്റ്റ് മാച്ച് ആയിട്ടായിരിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ സൺലൈറ്റ് ഒന്നും ഇല്ലാതെ കുറച്ച് ഡൾ ടൈമിലൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഓർ ഇപ്പം എക്സ്റ്റേണൽ ലൈറ്റ് വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പം ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ദിസ് വൺ ഇസ് സ്ലൈറ്റ്ലി ഒരു ഒലിവ് ഓർ ഒരു വാർമർ അണ്ടർ ടോണാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
അധികം ന്യൂട്രൽ അണ്ടർടോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് ലൈക്ക് എ ബമ്മർ. ഷെയ്ഡ് മാച്ച് ഇസ് എ പ്രോബ്ലം വിത്ത് ദിസ്. സോ ഞാൻ അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സാമ്പിൾ സൈസ് പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് സാഷേസ് ആയിട്ടാണ് വരുന്നത്. 6 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആയിരിക്കും. അത് ഞാൻ സ്വാച്ച് ചെയ്ത് എൻ്റെ ഷെയ്ഡ് ഇനി വേറെ വല്ലതും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സോ സ്വാച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡ് ഇത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. സോ കം ബാക്ക് ഫോർ ദാറ്റ്. അടുത്തത് ഞാൻ ഈ ചാനലിൽ ഒരുപാട് തവണ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വീണ്ടും മെൻഷൻ ചെയ്യേണ്ടി വരികയാണ്. ബിക്കോസ് കോംപാക്ട്സിൽ ഈ വർഷത്തെ എൻ്റെ സ്റ്റാർ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റാണ്. വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യായിരുന്നു, പക്ഷെ ഐ ഡെഫിനറ്റ്ലി തിങ്ക് ദിസ് ഡിസേർവ്സ് ദി ഹൈപ്പ്. നല്ലൊരു കവറേജ് ഉള്ള നല്ലൊരു ഫിനിഷ് ഉള്ള ഒരു കോമ്പാക്ട് പൗഡറാണ് ആൻഡ് നല്ല അഫോർഡബിളുമാണ്. സോ എവ്രി വൺ ക്യാൻ ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. എൻ്റെ ഉള്ളത് ഹണി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കുറച്ചാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഐഡിയ ഉണ്ടാവും. ഞാനൊരു ബ്ലഷ് ലവറാണ് ആൻഡ് ഈ വർഷം ഞാൻ കുറേ പുതിയ ബ്ലഷസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് വെറും ഒരു ബ്ലഷ് മാത്രമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയില്ല. സോ ഐ എം ഇൻക്ലൂഡിങ് 3 ഡിഫറെൻറ്റ് ബ്ലഷസ് ദാറ്റ് ഐ കറൻ്റ്ലി എൻജോയ്. ഇത് എൽഫിൻ്റെ കാമോ ലിക്വിഡ് ബ്ലഷാണ്. ബ്യൂട്ടിഫുൾ ബ്ലഷാണ്. ഇത് റെയർ ബ്യൂട്ടിയുടെ ഡ്യൂപ്പാന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്ക് റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് ഇല്ല. സോ ഐ ഡു നോട്ട് ഹാവ് സംതിങ് ടു കമ്പയർ വിത്ത്. ബട്ട് ദിസ് ഈസ് എ റിയലി ഗുഡ് പ്രൊഡക്റ്റ്. അതെനിക്ക് പറയാം കേട്ടോ. ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് UK വരുത്തിച്ച പ്രൊഡക്റ്റാണ്. ഞാനിത് വരുത്തിച്ച് 1 മാസം കഴിയുന്നതിന് മുന്നേ ഇത് ഇന്ത്യയിൽ ലോഞ്ചായി. ഇതൊരു സൂപ്പർ അടിപൊളി ബ്ലഷാണ് കേട്ടോ. ഇതിനൊരു നാച്ചുറൽ ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷാണ് ഉള്ളത് ആൻഡ് ദിസ് ഇസ് റിയലി ലോങ് ലാസ്റ്റിംഗ്. ഇറ്റ് ഫീൽസ് ലൈക്ക് നത്തിങ് ഓൺ ദി സ്കിൻ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇപ്പം തന്നെ അപ്ലൈ ചെയ്തേക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഒരു മോഫ് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. വെരി ഫ്ലാറ്ററിങ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് പീപ്പിൾ ഐ വുഡ് സേ. ഞാനൊരു പിങ്ക് ബ്ലഷ് ഇടാൻ വേണ്ടി പോകുമ്പോൾ ഐ ഓൾവേസ് റീച്ച് ഔട്ട് ടു ദിസ്. ദിസ് ഈസ് ലൈക്ക് എ പെർഫെക്റ്റ് ഷെയ്ഡ് ആൻഡ് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ലൊരു ഡ്യൂയി ഫിനിഷ് തരുന്നത്. വാട്ട് മോർ കുഡ് യു ആസ്ക് ഫോർ അല്ലേ? ഇനി അതായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു സൈഡിലുള്ള ബ്ലഷാണ് ഈ ഒരു ബ്ലഷ്. ഇത് മാറ്റ് ലുക്കിൻ്റെ ചീക്ക് സ്റ്റെയിൻ മൂസ് ബ്ലഷാണ്. ടെക്സ്ചർ വൈസ് ഇതിനൊരു മൂസ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഇതിനൊരു നാച്ചുറൽ സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് ഉള്ളത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ റിയലി ലോങ് ലാസ്റ്റിംഗ് ബ്ലഷ്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പീച്ചി കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ് ഇസ് റിയലി ഫ്ലാറ്ററിങ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആൻഡ് ദിസ് ഇസ് റിയലി അഫോർഡബിൾ ടു. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഡെയിലി വെയറിനും യൂസ് ചെയ്യാം, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഷാണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഇത് പിൽഗ്രിമിൻ്റെ ഇൻസ്റ്റാ ടിൻറ്റ് ആണ്. എഗെയിൻ ഇതിനും ഒരു ലിക്വിഡ് മൂവ്സ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. ഇതിൻ്റെ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡിലുള്ള വേറെ ഒരു ബ്ലഷും ഇല്ല കേട്ടോ. ഇതിനൊരു കോറൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. മോർ ടുവേർഡ്സ് ബ്രൗൺ. നല്ലൊരു ഷെയ്ഡാണ്. ഒരു ബ്രോൺസർ പ്ലസ് ഒരു ബ്ലഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എന്നെ പോലെ ടാൻ ഡസ്കി ബ്രൗൺ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ ചേരാൻ പോകുന്നൊരു ഷെയ്ഡാട്ടോ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. സൂപ്പർ ഡൂപ്പർ പിഗ്മെന്റഡ് അല്ല. സോ നമ്മളൊന്ന് ലെയർ അപ്പ് ചെയ്യേണ്ടി വരും. ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫീൽ ഹെവി. ഇത് മൂന്നുമാണ് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ഐ ഷാഡോ സ്റ്റിക്സ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇതൊരു ബ്രൗൺ ഐ ഷാഡോ സ്റ്റിക്കാണ് ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ബ്രാൻഡ് അർമ ഓഫ് ബ്യൂട്ടി. ഇത് ദുബായ് ബേസ്ഡ് ബ്രാൻഡ് ആട്ടോ. ഞാൻ ഐലൈനർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് ദി K Beauty സ്റ്റിക്ക് ഐ ഷാഡോസ്. ഇതൊരു ഷിമർ ഐ ഷാഡോ ആട്ടോ. ഇറ്റ് ഈസ് എ റിയലി ലോങ് ലാസ്റ്റിംഗ് ഐ ഷാഡോ സ്റ്റിക്ക്. നല്ലൊരു ഐലൈനർ ആയിട്ടും ഐ ഷാഡോ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു പേർപ്പിൾ ഷെയ്ഡിലുള്ളത്. ഐ റിയലി ലൈക്ക് യൂസിങ് ദിസ്. അടുത്തത് വീണ്ടും ഒരു ഷിമർ ഐ ഷാഡോ സ്റ്റിക്കാണ്. ഇത് സൂഡിയോന്റെ പ്രൊഡക്റ്റ് ആണ്. ഗ്ലാം ഗ്ലൈഡ് ഐ ഷാഡോ സ്റ്റിക്ക്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അണ്ടർ 200 റുപ്പീസിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ സ്റ്റുഡിയോ സ്റ്റോഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. എന്നെ പോലുള്ള ഡസ്കി ടാൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ യു ആർ റിയലി ഗോണ ലൈക്ക് ദിസ്. ഭയങ്കരമായിട്ട് പോപ്പപ്പ് ഒന്നും ചെയ്യില്ല എങ്കിലും ലൈറ്റ് ഒരു ഷിമർ ഫിനിഷ് ഇത് പ്രൊവൈഡും ചെയ്യും. സൂഡിയോ പ്രൊഡക്ട്സ് മേടിക്കുന്നതിന് മുന്നേ അതെങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ക്യൂരിയസ് ആണ് എന്നാണെങ്കിൽ ഞാൻ സൂഡിയോയിൽ നിന്ന് മേടിച്ച ന്യൂ ലോഞ്ചസും അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ചെക്ക് ദാറ്റ് ഉണ്ടാവും. അടുത്തതൊരു കാജലാണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് ലാമൽ ലോങ് ലാസ്റ്റിംഗ് കാജലാണ്. എഗെയിൻ ദിസ് ഇസ് എ പേർപ്പിൾ കാജൽ. ഇതൊരു നല്ല ഡീപ്പ് പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി അഫോർഡബിൾ ടു. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊരു കാജലായിട്ടും ഐലൈനറായിട്ടും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്കും എന്നെ പോലെ ബ്ലാക്ക് കാജലിൽ നിന്നൊരു ബ്രേക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഇനി എനിക്ക് മേക്കപ്പിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റാണ്. ദാറ്റ് ഇസ് മസ്കാര. ഇതാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് മസ്കാര. ഓർ ഈ വർഷം മേടിച്ച മസ്കാരയിൽ എൻ്റെ ഫേവറേറ്റ് മസ്കാര ഇതാണ്.
ഇത് പ്ലമ്മിൻ്റെ ലാഷ് ഡ്രാമ മസ്കാരയാണ്. ഞാൻ പ്ലം ബ്രാൻഡിൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു ഹോൾ പോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തപ്പം എനിക്ക് വലിയ സ്പെഷ്യലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ബിക്കോസ് മസ്കാരാസ് എപ്പോഴും നമ്മളെ ഫസ്റ്റ് യൂസേജിനെ കാലത്ത് നമ്മൾ തുറന്ന് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഫോമുല കുറച്ചുകൂടി ബെറ്റർ ആവാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ മസ്കാരാസും എനിക്ക് അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് വൺ ഇസ് നോ എക്സെപ്ഷൻ. ഇതും എനിക്ക് ഇനീഷ്യലി അപ്ലൈ ചെയ്തതിനെക്കാളും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ വോണ്ടിന് നീളം ഉണ്ടെങ്കിലും ബ്രിസിൽസ് ഒക്കെ ആക്ച്വലി കുറച്ച് കുഞ്ഞിതാണ്. ഇത് അത്യാവശ്യം നല്ല വോല്യൂമും തരും, ലെങ്ത്തും പ്രൊവൈഡ് ചെയ്യും ആൻഡ് കുറച്ച് കേളും ചെയ്യും കേട്ടോ. സോ ഐ റിയലി ലൈക്ക് ദിസ് മസ്കാര. അടുത്തത് ഒരു മേക്കപ്പ് ഫിക്സർ ഓർ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇറ്റ് ഇസ് ദിസ് വൺ. ഇത് ഇൻസൈറ്റിൻ്റെ 24 hours സ്മഡ്ജ് ഫ്രീ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആൻഡ് അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ സ്പ്രേയിങ് മാത്രം ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ബിക്കോസ് ഇത് ഒരു ഫൈൻ മിസ്റ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ല ദൂരത്തുനിന്ന് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇത് മേക്കപ്പിനെ ലോക്ക് ചെയ്ത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആക്കും. ഐ തിങ്ക് അഫോർഡബിൾ കാറ്റഗറീസിൽ മാസിൻ്റെയും ഇൻസൈറ്റിൻ്റെയും മേക്കപ്പ് ഫിക്സേഴ്സ് ആണ് എനിക്കിഷ്ടം. ആൻഡ് ഈ വർഷം ഐ ഹാവ് എൻജോയ്ഡ് യൂസിങ് ദിസ്. ഇനി അഗെയിൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാറ്റഗറീസിലോട്ട് കിടക്കാം. ദാറ്റ് ഇസ് ലിപ്സ്റ്റിക്സ്. ഒരുപാട് ലിപ്സ്റ്റിക്സ് വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്സ് 1-2 ഫേവറേറ്റ് ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം മേടിച്ച പക്ഷേ ഈ വർഷം കുറേ യൂസ് ചെയ്ത് എൻജോയ് ചെയ്ത ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വർഷം തന്നെ മേടിച്ച 2-3 പ്രോഡക്ട്സ് ആണ് എടുത്തേക്കുന്നത്. ബിഫോർ ഷോയിങ് ദി ലിപ്സ്റ്റിക്സ് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ മൈ ലിപ് ലൈനേഴ്സ്. ഈ വർഷവും ഞാൻ മാസിൻ്റെ ലിപ് ലൈനർ ഫാൻ തന്നെയാണ്. ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തത് വൈൻ നൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇന്നിട്ട് ലിപ്സ്റ്റിക് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് എർത്ത് റിതം എയറി വെരി ലിപ് മൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോമുലയാണിത്. അടിപൊളി ഫോമുലയാണ്. നല്ലൊരു മൂസ് കൈൻഡ് ഓഫ് ഫോമുലയാണ്. യെറ്റ് ഇറ്റ് ഈസ് പ്രിറ്റി ലോങ് ലാസ്റ്റിംഗ്. നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. ഡ്രൈ ഔട്ട് ആക്കില്ല. സൂപ്പർ പിങ്കി പീച്ചി കളറുമാണ്. സോ ഐ ലവ് ദിസ് ഫോമുല. ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. അടുത്തത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ലേസി സൺഡേ. ഇതൊരു അടിപൊളി ഷെയ്ഡാട്ടോ. എനിക്കിത് ഡ്യൂപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വിത്ത് എ ഹിൻറ്റ് ഓഫ് പിങ്ക് ആൻഡ് റെഡ്. അടിപൊളി ഷെയ്ഡാണിത്. നല്ല സൂപ്പർ ഫോമുലയാണ്. വെരി ലോങ് ലാസ്റ്റിംഗ്. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി മോസ്റ്റ് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ആണിത്. കുറച്ച് പ്രൈസിയാണ് ബട്ട് ഇറ്റ്സ് വർത്ത് ദി പ്രൈസ്. അടുത്തത് അഗെയിൻ ഒരു ബ്രൗൺ ലിപ് പ്രോഡക്റ്റ് ആണ്. ദിസ് ഇസ് എ ലിപ്പ് ഓയിൽ. ഇത് മൈ ഹ്യൂസിൻ്റെ ലിപ്പ് ഓയിലാണ്. ഇൻ ദി ഷെയ്ഡ് മീര. അത്യാവശ്യം മോയ്സ്ചറൈസിങ് നറിഷിംഗ് ആയിട്ടുള്ള ഒരു ലിപ്പ് ഓയിലാണ്. പക്ഷേ സൂപ്പർ ഡൂപ്പർ പിഗ്മെൻറ്റഡ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡാണ്. ഡെസ്കി ടാൻ മീഡിയം ഈവൻ ഡീപ്പ് സ്കിൻ ടോണും ബ്യൂട്ടിഫുള്ളി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. അധികം ആർക്കും അറിയാത്തൊരു ബ്രാൻഡാണ് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി അണ്ടർ റേറ്റഡ് പ്രൊഡക്റ്റ്. സോ ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഈ വർഷം മേടിച്ച് എൻജോയ് ചെയ്ത് യൂസ് ചെയ്ത ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്ട്സ്. ഇനിയും എനിക്ക് ഇഷ്ടമുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ഓഫ് ദി ഫേവറേറ്റ് മാത്രം പിക്ക് ചെയ്താണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും